Good afternoon to all. Good afternoon, Miss. How are you? Yeah, I'm good. I'm always good. Had your Good lunch? afternoon. Oh, before time is audible. Okay, I had my lunch. Good afternoon. Yeah, good afternoon, Pooja. Good afternoon, Miss. Yeah, good afternoon. ഇന്ന് എന്താണെന്ന് ചൂടാണല്ലോ. എന്തുണ്ട് വിശേഷം? സുഖാണല്ലോ, പക്ഷെ ഇന്ന് കുഴപ്പമില്ല, സുഖമാണ്. ചെറിയൊരു മൂഡ് ഓഫ് ഉണ്ട്. മൂഡ് ഓഫ് മീൻസ് ഉറക്കം വരുന്നു. എന്താണെന്ന് അറിയില്ല. വരുന്നുണ്ടോ? ഉറക്കം വരുന്നുണ്ടോ? ഇല്ലല്ലോ. ഇപ്പൊ എണീറ്റേ ഉള്ളൂ. ക്ലാസ് എണീറ്റേ ഉള്ളൂ. ഓക്കെ, പിന്നെന്തെങ്കിലും വിശേഷം? സുഖമായിട്ടിരിക്കണം മിസ്റ്റർ. സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, പിന്നെന്താ? അതൊന്നുമല്ലല്ലോ പറയാം. നമ്മുടെ വേർബ് കംപ്ലീറ്റ് ആയി. ഞാൻ ടാസ്ക് എടുക്കട്ടെ, ഒരു ആക്ടിവിറ്റി എടുക്കട്ടെ. നിങ്ങൾക്ക് ചെയ്യൂ നിങ്ങൾ? ചെയ്യാം മിസ്റ്റർ. റെഡി. വെരി ഗുഡ്. അങ്ങനെ വേണം. ഇനി ആക്ടിവിറ്റി തരുമ്പോ ക്ലാസ്സിൽ സ്ട്രെങ്ത് കുറയരുത് കേട്ടോ. പൊതുവെ അങ്ങനെ കാണാറുണ്ട് ഞാൻ. എന്തെങ്കിലും ആക്ടിവിറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരെണ്ണത്തിന് കാണൂല, കൂടെ ഒരു 5-6 പേരുണ്ടാവും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. എന്തോ അതാണ് എപ്പോഴും അതെ. എന്ത് ചെയ്യാനാ? മിസ് അത് പറഞ്ഞപ്പോഴേക്കും ഒരാള് പോയി. മിസ് അത് പറഞ്ഞപ്പോഴേക്കും ഒരാള് പോയി. ഇനി കാണാൻ കിടക്കുന്നേ ഉള്ളു. ഓക്കെ, അപ്പോ നമ്മൾ അത്യാവശ്യം കുറച്ച് വേർബ് പഠിച്ചു അല്ലെ? വേർബ് പഠിച്ചു. ഇനി വേർബ് കൊണ്ട് എന്താ ചെയ്യാൻ പോകുന്നത്? ഇടയ്ക്ക് വോയിസ് ഒരു ബ്രേക്ക് വരുന്നുണ്ട്, ക്ലിയർ ആവുന്നില്ല ഇടയ്ക്ക്. Just wait. ഇപ്പൊ ഓക്കെ ആണോ? കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ മിസ്റ്റർ. ഓക്കെ, അപ്പോ നമ്മുടെ വേർബ് കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞു. ഇനി ഈ വേർബ് വെച്ചിട്ട് എന്താ ചെയ്യാ? സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പഠിക്കണം. സെന്റൻസ് മേക്ക് ചെയ്യണം. ഓ, ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാല്ലേ. അപ്പൊ അതിൽ ഇഷ്ടപ്പെട്ട കുറച്ച് വേർബ് ഉണ്ടാവല്ലോ. എത്ര സെന്റൻസ് മേക്ക് ചെയ്യാൻ പറ്റുമോ അത്രയും സെന്റൻസ് മേക്ക് ചെയ്യാം. ഒന്ന് ആലോചിക്കാം. ഓക്കെ, ഒരു വേർബ് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ലോ അതെങ്ങനെ നമ്മൾ ഒരു സെന്റൻസ് ആക്കാൻ പറ്റും. അതിൽ നിങ്ങൾ ടെൻസോ ഒന്നും നോക്കരുത് കേട്ടോ. ഓക്കെ, ടെൻസിനെ കുറിച്ച് ചിന്തിക്കേ വേണ്ട. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ നിങ്ങൾക്ക് സെന്റൻസ് ആക്കാൻ പറ്റും നോക്കാം. ഓക്കെ, സിജിക്ക് എളുപ്പമായിരിക്കും, കുറച്ചുപേർക്ക് എളുപ്പമായിരിക്കും. പക്ഷെ എന്നാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എല്ലാവരും. ചെയ്യാൻ പറ്റുമോ? ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ അല്ലേ? ആക്ടിവിറ്റി അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. സന്തോഷം. അപ്പൊ ചെയ്യാലോ. എത്ര സമയം വേണം? മിസ് എത്ര സെന്റൻസ് വേണം മിനിമം? മിനിമം ഒരു 10 വേണം. ഓക്കെ. ഓക്കെ, ഇപ്പോ ആക്ടിവിറ്റി ചുമ്മാ വെറുതെ രസത്തിന് വേണ്ടിയാണ് ചിന്തിക്കുന്നത് കേട്ടോ. ഓക്കെ, അതിനെക്കുറിച്ച് ഞാൻ പിന്നെ പറയണം. നിങ്ങൾ ചെയ്ത് നോക്കും.
നമ്മൾ ടെൻസ് പഠിച്ചിട്ടില്ല, നമുക്ക് ടെൻസിനെ കുറിച്ച് ഒന്നും അറിയില്ല. ഓക്കെ, ഈ എന്നിട്ട് നമ്മൾ എന്തോ ഇതിൽ തന്നിരിക്കുന്ന ഈ വെച്ചിട്ടാണോ ചെയ്യേണ്ടത്? സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ പാസ് അങ്ങനൊന്നുമില്ല, നമുക്ക് ING ഫോം എടുക്കാം, ഇങ്ങനെയുള്ള എടുക്കാം. ഓക്കെ, അല്ല, I ate an apple അത് വെച്ചിട്ടാണോ ചെയ്യേണ്ടത്? ഏതായിരുന്നു അത്? I ate an apple. ഈ ഇവിടെ കാണിക്കുന്നുണ്ടല്ലോ. സ്ക്രീനിലെ നോട്ട് അല്ല, എനിക്ക് വേറെ നോട്ടൊന്നും കിട്ടിയില്ല, അപ്പൊ ഞാൻ ജസ്റ്റ് വേഗം കൊടുത്തിട്ടാ. ഓക്കെ, എങ്ങനെയെങ്കിലും നമ്മൾ എന്തെങ്കിലും സെന്റൻസ് നമ്മൾ കുറെ വേർബ് എഴുതിയില്ലേ, നോട്ട്സ് എഴുതിയില്ലേ? ഇപ്പൊ അബ്സോർബ് എന്ന് പറയുന്നൊരു വേർബ്, അതിനെ കുറിച്ച് ആ വേർബ് വരുന്ന രീതിയിൽ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാം. ഒരു വൺ വേർഡ് സെന്റൻസോ ചെയ്യാം. ഏതാ വേർഡ് പറഞ്ഞേ? എന്തോ മിസ് ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു. കേട്ടില്ല. ഒരു എക്സാമ്പിൾ പറഞ്ഞു തരുമോ? ഒരു എക്സാമ്പിൾ പറഞ്ഞു തരുമോന്നോ? അല്ല, ഏതാ വേർഡ് പറഞ്ഞെന്നാ ചോദിച്ചേ. വെറുതെ ഒരുപാടുണ്ടല്ലോ, ഞാൻ കുറെ നോട്ട്സ് തന്നിട്ടുണ്ടല്ലോ. അതിന് ഏതെങ്കിലും എടുത്ത് എഴുതിയാൽ മതിയോ? അതിൽ എടുക്കാൻ പറഞ്ഞു. ആ വീട്ടിൽ ഞാൻ തന്ന വേർബിൽ നിന്നാണ് എടുക്കേണ്ടത്. ഇറഗുലർ വേർബും ഞാനിപ്പോ ഒരു സെന്റൻസ് പറയാം, അതേപോലെ അല്ലേ ഇപ്പൊ എഴുതേണ്ടത്? യെസ്റ്റർഡേ ഐ അപ്ലൈഡ് ആൻ എക്സാമിനേഷൻ. അതാണ്, അങ്ങനെ. ഇപ്പൊ പ്ലേ ആണെങ്കിൽ ഐ പ്ലേ ക്രിക്കറ്റ് എന്നൊക്കെ പറയില്ലേ? യെസ്റ്റർഡേ ഐ പ്ലേഡ് ക്രിക്കറ്റ് എന്നൊക്കെ പറഞ്ഞു എഴുതും അല്ലെ? അപ്പൊ അങ്ങനെ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാം. അതായത് ആ വേർബ് വരണം. മനസ്സിലായോ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കോട്ടോ. അത് നെക്സ്റ്റ് എഴുതി കഴിയുമ്പോൾ എന്നോട് പറയാം. 10 അതിൽ കൂടുതൽ ഒന്ന് കിട്ടിയെങ്കിൽ ചെയ്യാം. മിനിമം 10, അതിൽ കൂടുതലൊക്കെ ചെയ്യാം കേട്ടോ. നല്ല രസമാണ് അത്. ഞാൻ പറഞ്ഞുതരാം എന്തിനു വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, എന്തായാലും ചെയ്യണേ. ഞാൻ വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, പറയാം, അങ്ങനെ ഇൻഫോം ചെയ്യാം. ജസ്റ്റ് മെസ്സേജ് അയച്ചാലും മതി, കഴിഞ്ഞിട്ട് പറയാം, ഇൻഫോം ചെയ്യാം. ഓക്കെ ആണല്ലോ? ഞാൻ ക്യാമറ ഓഫ് ചെയ്യാണ് കേട്ടോ. ഞാൻ ചുമ്മാ വെറുതെ ക്യാമറ ഓൺ ചെയ്ത് ഇരിക്കേണ്ട, ഇങ്ങനെ വെറുതെ ഇരിക്കാന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ചെയ്യൂ, അതിനുശേഷം ഇൻഫോം ചെയ്യാം. ഞാൻ ഇവിടെ തന്നെ എങ്ങോട്ടും പോയിട്ടില്ല. ഓക്കെ ആണോ? ഉണ്ടല്ലോ. ഓക്കെ മിസ്സേ. യെസ് മാം. ഓക്കെ, ശരി. Is asked questions to the thief, to the thief. Killer is attacking Julian. Attacked അതിനെ മ്യൂട്ടാക്കോ?
മിസ് എഴുതിട്ടോ? ഓക്കെ ഓക്കെ ആതിര, ഞാൻ വിളിക്കാം കേട്ടോ. അതിന് പറ്റുമോ? ഇന്ന് ടെക്സ്റ്റ് ചെയ്യാവോ, ടൈപ്പ് ചെയ്യാവോ? പറ്റുമോ? ബുദ്ധിമുട്ടാണോ? ട്രൈ ചെയ്യാം. ടൈം എടുക്കും, ടൈം എടുക്കും. ഓക്കെ ഓക്കെ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യൂ, പറയൂ, നോക്കാം നമുക്ക്. ഫസ്റ്റ് അതിന് പറയൂ. Yesterday I applied an examination. Okay. Principal approved the schedule of meeting. Hmm. Police asked questions to the thief. Okay. A killer attacked the crowd. Dog is barking. Yeah. The beggar is begging to others. Yeah. The man who behaved very rudely. Once more. The man who behaved very rudely. Yeah. Okay. I had called him. I have Called him. called him. Yeah. Okay. I was canceling my trip. Baby was crying loudly. Okay. I decided to quit my job. Yeah. I can deserve more than you get. Sorry, you can deserve more than you got. Next, we discuss about one topic. We discuss
about one topic. The gold rate increases day by day. Okay. I got an opportunity to show my talent. Can you? Okay, okay. Yeah. ഇനി ആരാ നെക്സ്റ്റ് ആരാ? ഞാൻ വായിക്കട്ടെ. Yeah, okay, സിജ വായിച്ചോളൂ. Yesterday I went outside to have dinner. Okay. Last weekend I visited the farm market in Bahrain. Lots of vegetables which were new for me. Okay. I bought few vegetables from the market. The vegetables were cultivated by the local people. Yeah, okay. I doubt whether they are grown organic method. I woke up late. I was attracted by the number of colors. എന്തോ? I was attracted by the number of colors vegetables. ക്ലിയർ അല്ലല്ലോ. I was attracted by number of colors vegetables. Yeah, okay. I carried few plants to my house. I lent I lendo. Okay. I finished my homework late. Try ചെയ്തിട്ടുള്ളൂ ഞാൻ. Yeah, okay. അതൊക്കെ പറയുമ്പോ നല്ലോണം ശ്രദ്ധിച്ചിരിക്കണം. നല്ല കേൾക്കാൻ പറ്റും. കേൾക്കാനല്ല നല്ല മനസ്സിലാക്കാൻ പറ്റും. ടെക്സ്റ്റ് ചെയ്യാണെങ്കിൽ കുറച്ച് എളുപ്പമായിരുന്നു. വായിച്ചാൽ പെട്ടെന്ന് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് ആരാ? ഞാൻ വായിക്കാം മാം. First, I called him yesterday. Then, don't throw the waste outside. I was waiting here when you called me. Cooking is my passion. We always consider old-aged people. Some people are attracted by the behavior. My brother arranged a party for his daughter's birthday. Ashwati ma'am teaches English very well. I think very well before making decision. The manager cancelled the meeting suddenly. The MR group built Burj Khalifa in Dubai. Today I practiced speaking in English for 15 minutes. I like to help others. And final, the good actors can express their emotions by acting. Okay, yeah. Thank you, ma'am. Then first last. ഇല്ല, ആകെ സംസാരിക്കുന്ന 3 പേരെ കഴിഞ്ഞു. I build a new house next year. I take a new decision today. My son begged a new cycle. I understand Adira voice. I drove a new bike. My husband and I swim well. My son's teacher will teach you well. You tell some English words. I drank water. Son and I started earning. Okay, അല്ല. Then ഇനി നെക്സ്റ്റ് ആരാ?
Yesterday, I met my friend at the park. We went to eat food together. I wake up at early morning. I really love to fly. There is a nice gentle breeze blowing. I want to stand on my own feet. When I go to the shop, I lost track my spending. The kids build a house with their blocks. I knew that. Yeah. ഓക്കെ ഓക്കെ. ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ടോ നിങ്ങള്? അല്ലേ, എഴുതി വെച്ചിട്ടില്ലേ? Yes, ma'am. ആ എഴുതി വെച്ചിട്ടാ Yes. വായിച്ചേ. എഴുതി. യെസ് യെസ്. എഴുതി വെച്ചിട്ടുണ്ടോ? Then ഇനി ആരാ? സജിത്ത് കെ പി. എനിക്കറിയില്ല കേട്ടോ. ഞാൻ അടുത്ത് വിളിക്കണമായിരിക്കും അല്ലേ? അല്ലാതെ ആരും വരില്ല. ഞാൻ ചെറിയ സെന്റൻസ് ആണ് എഴുതിയത്. എന്തോ? വായിക്കട്ടെ. ഞാൻ ചെറിയ സെന്റൻസ് ആണ് എഴുതിയത്. ആ ഓക്കെ, വായിച്ചോ. Think before you act. I understand now. I went to the shop and brought vegetables. I like to cook biryani. Make it fast. He reads the newspaper. I wear a ring. We win the game. I pay the bill. ഓക്കെ. Then ഇനി ആരാ? ആ 12 പേര്. 12 അല്ല, 8 പേരുണ്ടാവും. 30 പേരുണ്ടാവും ക്ലാസ്സിൽ. ഓക്കെ. ഫാത്തിമ. യെസ് മാം. ശരിയാണോന്ന് അറിയില്ല. വായിക്കട്ടെ. വായിക്കും. I am make tea. I like to flower. I am manage this problem. He manage our problem. She misuse mobile phone. Mix it well. Move this car. Please open the door. She practice dance. Check your balance. Please collect the paper. Our discuss the story. I am prepare the lunch. ഓക്കെ ഫാത്തിമ. Okay. ഇനി ആരാ? സൽവ. Yes, ma'am. Hmm. The kids were swimming in the pool. I was writing a letter. She was singing beautifully. They were laughing at a joke. He was driving to work. We were jogging in the park. You were listening to music. The baby was crying all night. It was snowing outside. The students were taking a test. Okay. Okay, Silva. Then sign up. So, കേൾക്കുന്നില്ല. വോയിസ് ക്ലിയർ അല്ലല്ലോ. ഇപ്പൊ ജോയിൻ ആയിട്ടുള്ളൂ എന്നാ. ഓക്കെ 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 സാം. Then Lechi. I run every morning. She cooks tasty food daily. They walk home after school. We read books before bed. You speak very politely. She writes notes in class. I listen to music. She is dancing. They swim in the pool.
ഓക്കെ ഓക്കെ ജി then ഈ ആരുമില്ലല്ലോ കഴിഞ്ഞു. ഓക്കെ ഇനി നിങ്ങൾ എഴുതിയത് മിസ്റ്റേക്ക് ഉണ്ടോ ഇല്ലയോ ഒന്നും ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല കേട്ടോ. ഓക്കെ എനിക്ക് എന്ത് തോന്നുന്നു, മിസ്റ്റേക്ക് ഉണ്ടോ? മിസ്റ്റേക്ക് ഉണ്ട്. മിസ്റ്റേക്ക് ഉണ്ടാവും. ഓക്കെ ഷുവർ ആണോ? മിസ്റ്റേക്ക് ഉണ്ടാവും. എന്ത് മിസ്റ്റേക്ക് ആയിരുന്നു? പറയൂ, എന്ത് മിസ്റ്റേക്ക് ആയിരുന്നു? ടെൻസിൽ ഉണ്ടാവാം. ടെൻസിൽ ഉണ്ടാവും. ടെൻസ് എന്ന് പറയുമ്പോ എല്ലാം പെടും. ഗ്രാമർ ഒക്കെ ടെൻസിൽ പെടുന്നതാണല്ലോ. എല്ലാം പെടും. അപ്പൊ ടെൻസ് മിസ്റ്റേക്ക് ഉണ്ട്. ശരിയാണ്. അത് കൊള്ളാണ്ട്. ഞാൻ ഗ്രാമർ മിസ്റ്റേക്ക് എന്നാ പറയാൻ വന്നേ. അത് ഗ്രാമർ എന്ന് പറയുമ്പോ എല്ലാം ഓരോന്നോരോന്നൊക്കെ പെർട്ടിക്കുലറൈസ് ചെയ്ത് പറയാൻ പറ്റും. ടെൻസ് പറയുമ്പോൾ എനിക്കൊന്നും പറയാനില്ല. ഓക്കെ പക്ഷെ ഇത് എടുത്ത് വെച്ചോട്ടോ. കാരണം ടെൻസ് പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് നോക്കുമ്പോ നിങ്ങൾക്ക് തന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ പിന്നെ എന്താ, ഇനി നമ്മള് വെർബ് കംപ്ലീറ്റ് ചെയ്തു. ഈ നമ്മൾ എടുക്കാൻ പോകുന്ന പോർഷൻ അഡ്ജക്റ്റീവ് ആണ്. അഡ്ജക്റ്റീവ് ആൻഡ് വെർബ് ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം. ഓക്കെ ക്ലിയർ ആണോ? എന്താണ് അഡ്ജക്റ്റീവ്? അറിയോ നിങ്ങൾക്ക്? അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നൗണിനെ വിശേഷിപ്പിക്കാം. നാമവിശേഷണം മലയാളത്തിൽ പറഞ്ഞാൽ നാമവിശേഷണം. എല്ലാവരും പറയുന്ന ഒരു കാര്യം തന്നെ. എപ്പോ അഡ്ജക്റ്റീവ് എന്താണ്, പ്രൊണൗൺ എന്താണെന്ന് ഏത് ക്ലാസ്സിൽ ചോദിച്ചാലും അവർ പറയുന്ന ഒരേ ഒരു ആൻസർ അതിന്റെ മലയാളം ആയിരിക്കും, നാമവിശേഷണം. ഈ നാമവിശേഷണം പഠിച്ചത് കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഞാൻ എപ്പോഴും ആലോചിക്കും, പണ്ട് ഗ്രാമർ പഠിക്കുമ്പോ ഇതിന് മലയാളം ഒരു മെയിൻ ആയിട്ട് പഠിക്കാം. ഏറ്റവും ചെയ്യുന്ന മണ്ടത്തിനാണത്. ഇംഗ്ലീഷിന് മലയാളം പഠിച്ചിരിക്കുന്നത് എന്ത് കിട്ടുന്നു ഒരാവശ്യമില്ല. നമുക്കറിയോ എന്താണ് നാമവിശേഷണം? പറയൂ. നമ്മളിപ്പോ നൗണിനെ പ്രത്യേകമായിട്ട് എംഫസൈസ് ചെയ്തിട്ട് ആ ഒരു എന്താ പറയാ, ഇപ്പൊ ഹീസ് എൻ ഇന്റലിജന്റ് ബോയ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു ബോയ് എന്ന നൗൺ ഉണ്ടല്ലോ, അതെ. അല്ലെങ്കിൽ ഹീനെ നമ്മൾ പ്രത്യേകം എടുത്ത് പറയുന്നത് അതിങ്ങനെ ചെറുപ്പത്തിൽ മുതലേ അങ്ങനെ പഠിച്ചു പോന്നിട്ട് കാരണം നാമവിശേഷണം എന്ന് പറയാം. ഓക്കെ അപ്പോ അതൊക്കെ. ഇനി ആഡ്വേർബ് എന്താണ്? സെയിം ആസ് വെർബിന് പ്രത്യേകിച്ചിട്ട് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആക്ച്വലി ക്ലാസ് കഴിയുമല്ലോ. വേണമെങ്കിൽ ആ ടോപ്പിക് എടുക്കാം. Adjective എന്താണ്? What is adjective? Adjective is a word that modifies or describes a noun or pronoun. That is adjective. Okay? Adjective എന്ന് പറയുന്നത് നൗണിനെയോ അല്ലെങ്കിൽ പ്രോനൗണിനെയോ മോഡിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് adjective. ഓക്കെ എക്സാമ്പിൾ വേണോ? പറഞ്ഞുതരാം. ഞാൻ പറയണ്ട, നിങ്ങൾ തന്നെ പറയും. നിങ്ങൾ എന്നെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? പറയോ. You are intelligent, lovely, supporting. These are the adjectives. You are a good listener. വരുന്നുണ്ട്. Smart and smart, intelligent, lovely. ഇന്റലിജന്റോ? ഞാനോ? ശരാ. You are beautiful. ഓഹ് വയ്യ. ഇന്ന് രാവിലെ എന്താണ്, ഇന്ന് രാവിലെ ക്ലാസ്സിൽ കയറിയപ്പോ ഏതോ ഒരു സ്റ്റുഡന്റ് പറഞ്ഞു, തോന്നുന്നത് സെറ്റ് ആയിരുന്നു. രാവിലെ ചുമ്മാ ക്ലാസ് കഴിഞ്ഞിട്ട് ആ ഒരു ബാച്ച് കഴിഞ്ഞു. HA20 ആയിരുന്നു. 20 ബാച്ച് കഴിഞ്ഞു. അപ്പൊ ഞാൻ സംസാരിച്ചു, കുറച്ച് ക്ലാസ് എടുത്തതിന് ശേഷം കുറച്ച് സംസാരിച്ചു നിന്നു.
അപ്പോ അവര് അധികം സംസാരിക്കുന്ന കൂട്ടത്തിലല്ല കേട്ടോ അവര്. അപ്പൊ ഇന്ന് കുറച്ച് സംസാരിച്ചു. അപ്പൊ അതിന്റെ സ്റ്റുഡന്റ് പറയാം, മിസ്സിന്റെ വീട് എവിടെയാണെന്ന് ചോദിച്ചു. മിസ്സിന്റെ വീട് എവിടെയാ, വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്നൊക്കെ ഇപ്പോഴാണ് ചോദിക്കണ്ടേ, കോഴ്സ് കഴിഞ്ഞപ്പോ ഒന്ന് ആലോചിക്കണം. കോഴ്സ് കഴിഞ്ഞപ്പോ ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് എന്നോട് പറയും, മിസ്സിനെ കണ്ടാല് കല്യാണം എനിക്ക് തോന്നില്ലാന്ന്. ഇത്രയും കാലം അത് തോന്നിയില്ല പറയാനുണ്ട്. ലാസ്റ്റ് ക്ലാസ്സിലാണ് പറഞ്ഞത്. ഓക്കെ, സമാധാനം. ഇന്നത്തേക്ക് ആയിട്ടുണ്ട് എനിക്ക്. രാവിലെ തന്നെ നല്ലൊരു മോട്ടിവേഷൻ ആയിരുന്നല്ലോ. ഇന്ന് കണ്ട കല്യാണം എനിക്ക് തോന്നില്ലാന്ന്. കാരണം എന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ കൂട്ടത്തിൽ ഞാൻ ഹസ്ബൻഡ് വൈഫ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ വന്ന കമന്റ് ആണ് കണ്ടാ തോന്നില്ലാന്ന്. അപ്പൊ ആ രാവിലെ എനിക്ക് ഓർമ്മയായിരുന്നു. അപ്പൊ ലാസ്റ്റ് ക്ലാസ്, അപ്പൊ ഫസ്റ്റ് ക്ലാസ് ലാസ്റ്റ് ക്ലാസ് നല്ല നല്ല കമന്റ്സ് ആണ്. ഗ്രേറ്റ് ആണ്, ഫ്രണ്ട്ലി ആണ്, ബ്യൂട്ടിഫുൾ ആണ്, എന്തൊക്കെയാണ് കേൾക്കാൻ രസമുണ്ട് കേട്ടോ, കൊള്ളാം. മിക്ക ക്ലാസ്സിൽ ഇനി അഡ്ജക്റ്റീവ് പഠിപ്പിക്കുന്നത് ഇങ്ങനെയാ. എന്നെ കുറിച്ച് പറയാൻ പറയുമ്പോൾ ഇഷ്ടംപോലെ അഡ്ജക്റ്റീവ് ആക്കാം. അതാണ് അഡ്ജക്റ്റീവ് എന്ന് പറയും. പഠിച്ചു കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. സിമ്പിൾ. ഓക്കെ, അപ്പോ അഡ്ജക്റ്റീവ് എന്താന്ന് പഠിച്ചു അല്ലെ? പറയുന്ന ഗ്രേറ്റ്, ഫ്രണ്ട്ലി, അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ, ഇന്റലിജന്റ്, സ്മാർട്ട് എന്നൊക്കെ നമ്മള് ഒരു ശരിക്കും ഫ്രണ്ട്ലി ആണ്. അതെ അതെ, ഞാൻ അറിയുന്നുണ്ട് പലതും. നിങ്ങള് ക്ലാസ്സില് നിങ്ങൾക്കുള്ളൊരു കംപ്ലൈന്റ്, നിങ്ങളെ കുറിച്ചുള്ള കംപ്ലൈന്റ് ഞാൻ പറയട്ടെ നിങ്ങളോട്. കംപ്ലൈന്റ് അല്ല, അതെനിക്ക് ഞാൻ കംപ്ലൈന്റ് ആണ് പറഞ്ഞോളൂ, കംപ്ലൈന്റ് അല്ല. കാരണം നിങ്ങളെ പൊതുവെ ക്ലാസ്സില് ടീച്ചേഴ്സിന് ആർക്കും അറിയില്ല, എനിക്ക് മാത്രമേ അറിയുള്ളൂ. എന്തുകൊണ്ടാണത്? ഞങ്ങളാരും സംസാരിക്കാത്തതുകൊണ്ട്. അതെ അതെ, അവര് പറയും അയ്യോ ഇത് സംസാരിക്കുന്നില്ല എന്ന് പറയും. 24th ബാച്ചിലെ സ്റ്റുഡൻസ് സംസാരിക്കുന്നില്ല, ഭയങ്കര പഠിപ്പിച്ചാന്ന് പറയും. അപ്പൊ ഞാൻ പറയും ഇല്ലല്ലോ, എന്നോട് സംസാരിക്കുന്നുണ്ടല്ലോ എന്ന് പറയും. അവര് നെറ്റിരിക്കാണോ? അതിന് അവര് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ഞങ്ങള് പിന്നെ ഇങ്ങനെ സംസാരിക്കും. അതും ശരിയാണ്. അല്ല, ഒരു 5 മിനിറ്റ് കൂടെ തരാറുണ്ടോ? എനിക്ക് അറിയില്ല കേട്ടോ. വന്ദന മിസ് ഇപ്പം ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞിട്ട് അല്ല, ഞാൻ പറയുന്നുണ്ടല്ലോ, എന്നോട് സംസാരിക്കുന്നുണ്ട് എന്ന് ഞാൻ പറയുന്നുണ്ടല്ലോ. അപ്പൊ അവര് അവർക്ക് എന്തോ അവരോട് മാത്രമാണല്ലോ ചിലപ്പോ അവരതുകൊണ്ടായിട്ട് സംസാരിക്കുന്നത് അല്ലെ? നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇങ്ങോട്ട് കിട്ടും. അങ്ങനെയല്ല, അവസാനത്തെ 5-10 മിനിറ്റ്സ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറയും. അപ്പൊ ചോദിക്കും. ആ സമയത്ത് നോർമൽ ടോക്ക് പോകൂലല്ലോ. നിങ്ങൾ ഇംഗ്ലീഷിലാണ് ഡൗട്ടൊക്കെ ചോദിക്കുന്നത് ആണോ? ഏയ് അല്ല, ഇല്ല, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കും. ക്ലാസ്സിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കും. പിന്നെ ക്ലാസ് നന്നായി മനസ്സിലാവുന്ന ക്ലാസ് ആണെങ്കിൽ പിന്നെ പ്രശ്നമില്ലല്ലോ. അയ്യോ, ഞാൻ അവരെ അങ്ങനെ പറഞ്ഞല്ല കേട്ടോ. ഇത് കുറ്റമൊന്നല്ല, ഓരോരുത്തരും ഓരോ രീതിയാണ്. ഓരോ മനുഷ്യന്മാരും പല രീതിയാണല്ലോ. ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ആണ്, ഡിഫറെന്റ് ടീച്ചിങ് ആണ്, ഡിഫറെന്റ് വേ ഓഫ് ടോക്കിംഗ് ആണ്. വ്യത്യാസം ഉണ്ടോ? എല്ലാവരും വ്യത്യാസം. അപ്പൊ അവര് അങ്ങനെയായിരിക്കാം പഠിപ്പിക്കുന്നത്. ബിഹേവ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങൾ കുറച്ചുകൂടി ഫ്രണ്ട്ലി ആയിട്ട് അവരോട് സംസാരിക്കുകയാണെങ്കിൽ അവർ നോക്കിയാ, പക്ഷെ സംസാരിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ കിട്ടുന്നില്ല. അതാണ് സത്യം. അതല്ല, ഇപ്പൊ നമുക്ക് ഇംഗ്ലീഷ് സംസാരിച്ച് കേട്ട് പഠിക്കാൻ പറഞ്ഞാൽ അങ്ങനെയില്ല. അവര് ക്ലാസ് ഡിസ്ക്രൈബ് അവരുടെ ക്ലാസ്സും തമ്മിൽ വ്യത്യാസം. ബ്രേക്ക് ആവുന്നുണ്ട്, ക്ലിയർ ആവണില്ല. നല്ല നല്ല കാര്യങ്ങൾ എന്തോ പറഞ്ഞു, പക്ഷെ ക്ലിയർ ആയില്ല. മിസ്സേ, പിന്നെ സ്റ്റാർട്ടിങ്ങില് ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞു കഴിഞ്ഞിട്ട് സുഖാണോ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരാള് ചോദിച്ചാ പോരെ, എല്ലാവരും നിരത്തി പിടിച്ച് ചോദിക്കണ്ടല്ലോ. അപ്പൊ ഒരാള് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരും മിണ്ടില്ല. പിന്നെ ക്ലാസ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഫുൾ മ്യൂട്ടാണ്. അപ്പൊ പിന്നെ എന്ത് സംസാരിക്കാണ്? പിന്നെ മിസ് അതിന്റെ ഇടയില് മനസ്സിലായോ ചോദിക്കുമ്പോ തമ്പിടുന്നതല്ലാതെ കമന്റ് ആയിട്ടോ മെസ്സേജ് ആയിട്ടോ ആരും ഒന്നും ഇടുന്നില്ല. അപ്പൊ ടീച്ചർ വിചാരിക്കുന്ന നമ്മളാരും റെസ്പോണ്ട് ചെയ്യണില്ല എന്നാ അങ്ങനെയല്ല, വിചാരിക്കുന്നത്. കമന്റ് ഇടണമെങ്കിലും കമന്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോ ഇടും. ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോ അറിയുന്നതാണെങ്കിൽ കമന്റ്സ് ഒക്കെ ഇടുന്നുണ്ട്. ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോ ബേസിക്കലി നമ്മളെ ലെസൺ ബേസ് ചെയ്ത് ചോദിക്കുമ്പോൾ അങ്ങനെ. പിന്നെ ഇങ്ങനെ ഈ കമന്റ് ഇട്ട് വരുമ്പോ ഒരുപാട് ടൈപ്പ് ചെയ്യുമ്പോ കുറച്ച് ടൈം എടുക്കണ്. കമന്റ് മടിയാവണ സത്യത്തില്. ടൈപ്പ് സമയം എടുക്കുമല്ലോ. അതെ, അപ്പോഴത്തേനും ഇങ്ങനെ ആൻസർ കിട്ടാണ്ടാവുമ്പോഴും പറയുന്ന സ്പീഡിൽ നമുക്ക് കമന്റ് ഇടാൻ പറ്റുന്നില്ല. അപ്പൊ അതിൻ്റെതൊരു പ്രശ്നം ഉണ്ടാവും. അപ്പോഴത്തേനും അവരുടെ ടൈമും പോകുന്നു.
പിന്നെ ആരെങ്കിലും ഒരാള് ആ ചോദിച്ച ചോദ്യത്തിനുള്ള ആൻസർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആള് പിന്നെയും കുറെ പേര് ഇട്ടോണ്ടിരിക്കേണ്ട കാര്യമല്ലോ. ഞാൻ പലപ്പോഴും ടൈപ്പ് ചെയ്യാൻ വരുമ്പോ അപ്പോഴത്തേനും ആരെങ്കിലും ആൻസർ ഇട്ടുണ്ടാവും, അപ്പൊ പിന്നെ ഞാൻ ഇടില്ല. ഞാനും അതുപോലെ അതൊന്നും ടൈപ്പ് ചെയ്യാറേ ഇല്ല. ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കും ആരെങ്കിലും ഇടുന്നുണ്ടോന്ന്. അപ്പൊ ഇല്ലെന്നുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്യാൻ മടി. ഞാൻ പറയണോ? അൺമ്യൂട്ട് ചെയ്ത് വേണ്ട അങ്ങനെയൊന്നും പറയണ്ട. ടൈപ്പ് ചെയ്യാൻ മടിയെന്നല്ല. അല്ല, റെഡി ആയിട്ടുള്ളവരുണ്ട് പെട്ടെന്ന്. അപ്പൊ അവർക്ക് കിട്ടാതായിരിക്കും ഒരു പക്ഷെ ആൻസർ, ഒരു പക്ഷെ അല്ലെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് വരുമ്പോഴത്തേന് ആരെങ്കിലും ഓൾറെഡി ഇട്ടിട്ടുണ്ടാവും. ഓക്കെ, അത് മാത്രമല്ല ഇംഗ്ലീഷിലുള്ള സ്റ്റുഡൻസ് അല്ലല്ലോ സബ്ജക്റ്റിലുള്ളത്. അപ്പൊ അതിലും റെസ്പോണ്ട് ചെയ്യുന്നവരുണ്ടാകാം. എനിക്ക് നിങ്ങളെ മാത്രം കണ്ടുപരിചയം ചെയ്തുള്ളൂ പറഞ്ഞ്. ഞങ്ങളൊക്കെ തന്നെ അവിടെ ഉള്ളൂ അല്ലെ? അല്ല, ഇച്ചിരി കൂടി ആൾക്കാരുണ്ട്. ഇതിലിപ്പോ 11 പേര് ഉള്ളൂ. അതില് 10-20 പേരൊക്കെ ഉണ്ടാവാറുണ്ട്. ചിലപ്പോ 29 പേര് 24 പേരൊക്കെ ഉണ്ടാവാറുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ 36 പേരൊക്കെ ഉണ്ടായിരുന്നു. 40, അത് ശരിയാണ്. 40ന്റെ അതിലൊക്കെ ഉണ്ടായിരുന്നു. 40-46 വരെയൊക്കെ പോയിരുന്നു. പിന്നെ ഇപ്പൊ വളരെ കുറവായി. ഇംഗ്ലീഷ് ക്ലാസ് നോക്കിക്കോ നിങ്ങൾ, കുറച്ചൊരു കഴിയുമ്പോൾ 6 പേരും. പക്ഷെ ഞങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ 100 പേരൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആരും ക്ലാസ്സിൽ കണ്ടിട്ടില്ല ഇതുവരെ. ക്ലാസ് കാണുന്നവരായിരിക്കും മോസ്റ്റ്ലി. ചിലപ്പോ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും. ഇപ്പൊ ഞാൻ നാട്ടിലാണെങ്കിൽ എനിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല, കാരണം എനിക്ക് അവിടെ നെറ്റിന്റെ പ്രോബ്ലം ഉണ്ട്. അപ്പൊ എനിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല. പിന്നെ ഞാൻ ഇവിടെ വന്നിട്ടാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോ പിന്നെ പലരും വർക്കിംഗ് ഉണ്ടാവും. അപ്പൊ വർക്ക് ടൈമിൽ ചിലവർക്ക് കയറാൻ പറ്റൂലായിരിക്കും. എനിക്കും കഴിഞ്ഞ ആഴ്ച മൊത്തം കയറാൻ പറ്റിയില്ല. ഞാൻ ആതിരയോട് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. വേറൊരു കാര്യം ഞാൻ പറഞ്ഞ സീക്രട്ട് ആണ്. സീക്രട്ട് ഒന്നുമില്ല, പക്ഷെ ചുമ്മാ നിങ്ങൾ മിസ്സിനോട് മാത്രമേ സംസാരിക്കുന്നുള്ളൂ, പിന്നെ ആരോട് ഞങ്ങൾ പറയാനും. അഥവാ ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ ഇന്ന് രാവിലത്തെ മിസ് എന്നോട് ചോദിച്ചു, എന്റെ വീട് നോർത്ത് പറവൂരാണോ, എന്തുകൊണ്ടാണ് സീജ ബോസ്കോ എന്നുള്ള പേര്? അപ്പൊ ഞാൻ അതിനുള്ള ആൻസർ ടൈപ്പ് ചെയ്തിട്ടു. അപ്പൊ അവിടെയൊക്കെ അത്രയും മിനിമൽ ടോക്കിങ്ങേ ഉള്ളൂ, അല്ലെങ്കിൽ മിനിമം മിംഗ്ലിങ്ങേ ഉള്ളൂ. എനിക്ക് പിന്നെ ഒരുപാട് സമയമുണ്ടല്ലോ. അവർക്ക് ഈ പറഞ്ഞ പോലെ ടോപ്പിക് എടുത്ത് തീർക്കുകയും വേണമല്ലോ. അപ്പൊ ഒരു ദിവസം അവര് 1 hour കൊണ്ട് എത്ര അവര് കവർ ചെയ്യണമെന്ന് അവർക്ക് ഉണ്ടാവുമല്ലോ. അവരത്രയും എക്സ്പെക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ അവരത്രയും ഡിസൈഡ് ചെയ്തിട്ട് വരുമ്പോ അവർക്കത് തീർക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം ഉണ്ടോ ചോദിക്കുക. അപ്പൊ എല്ലാവരും ഉണ്ടായിരിക്കും. അവരെയും കുറ്റം പറയാൻ പറ്റില്ല. ക്ലാസ് ഒക്കെ നല്ലതാണ്. ക്ലാസ് എല്ലാവരുടെയും ക്ലാസ് ഒക്കെ നല്ലതാ, കുഴപ്പമൊന്നുമില്ല. നല്ല രീതിയിൽ നല്ല ക്ലാസ്, സാറ്റിസ്ഫൈഡ് ആണപ്പോ അത് മതി, ഞങ്ങൾക്ക് അത് മതിയല്ലോ. സാറ്റിസ്ഫൈഡ് ആണ്. ക്ലാസ്സിൽ അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും പറയാനൊന്നുമില്ല. നല്ല ക്ലാസ്സുകളാണ്. അതെ. പിന്നെ പല ഡിഫറെന്റ് ബാച്ചുകൾ അവർ എടുക്കുന്നുണ്ടല്ലോ. അപ്പൊ അവര് കുറച്ച് അധികം കഴിഞ്ഞ ബാച്ചുകാരാകുമ്പോ അവര് ചിലപ്പോ നന്നായി റെസ്പോണ്ട് ചെയ്യുന്നുണ്ടാവും. നമ്മളങ്ങനെ അങ്ങോട്ട് വന്നിട്ടില്ല, എത്തിയിട്ടില്ലായിരിക്കാം, അതുകൊണ്ടായിരിക്കും അങ്ങനെ തോന്നുന്നത്. ഇനിയിപ്പോ ഒരു എക്സാം ഒക്കെ നമ്മൾ മീറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് ചിലപ്പോ നമ്മളൊന്നും കൂടി നമ്മള് കുറച്ചും കൂടി ഒന്ന് കെയർഫുൾ ആവും പഠിക്കാന്. മാർക്കിന്റെ ഇതൊക്കെ അനുസരിച്ച് കാണുമ്പോഴേ പണ്ടൊക്കെ പഠിപ്പിച്ചായിരുന്നു, ഇപ്പൊന്നുമില്ല. വെറുതെ ബിൽഡപ്പ് മാത്രമേ ഉള്ളൂ, എക്സാം കഴിഞ്ഞറിയാം. അതെ, പണ്ടൊക്കെ നല്ല കോൺഫിഡൻസ് ആയിരുന്നു. കൊറേ മാർക്ക് വാങ്ങാന്ന് ഞാൻ പറയില്ല, എനിക്ക് അതല്ല, അങ്ങനെ ഒരു ഉദ്ദേശമില്ല. കാര്യം മനസ്സിലാക്കി വെക്കുന്നുണ്ടല്ലോ. പിന്നെ മാർക്ക് മനസ്സിലാക്കി വെക്കുക, അത്രയും മതി. അത് ഈ 6 മാസം പഠിച്ചത് എക്സാമിന്റെ റിസൾട്ട് ആണ് അതൊന്നുമില്ല. ഞാനൊരു കാര്യം ചോദിക്കുന്നത്, ഒരു ഡൗട്ടാണ്. അവിടെ വേറെ ഒന്നും ചോദിക്കാനായിട്ട് ഒരു ഓപ്ഷൻ കിട്ടിയില്ല. ഇപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ പഠിക്കുന്നുണ്ടല്ലോ ഗൈഡ് വെച്ചിട്ട്. അപ്പൊ അതില് ചില ക്വസ്റ്റ്യൻസ് ഫില്ലപ്പ് ദ ബ്ലാങ്ക്സ്, ചില ക്വസ്റ്റ്യൻസിന് ഓപ്ഷൻസ് തന്നെ നമ്മള് കറക്റ്റ് ആൻസർ എടുക്കണം, അങ്ങനെ. അപ്പോ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ അതുപോലെ തന്നെയാണോ ടെസ്റ്റിന് വരിക, അതോ ടെസ്റ്റിന് ഡിഫറെന്റ് എന്തെങ്കിലും മോഡ്സ് ഉണ്ടോ? ഇല്ല, നമ്മൾ ഗേറ്റിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇരിക്കും വരാം എക്സാം.
മേ ബി. എന്താ പറഞ്ഞേ? ഗൈഡിലെ ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കാം മേ ബി എക്സാമിന് വരിക. ഐ ഡോണ്ട് തിങ്ക് സോ പറയണത്. കാരണം ഞാൻ അതുമായി ബന്ധമില്ലല്ലോ. കാരണം എന്താ വെച്ചാല് ഇപ്പൊ 4 ഓപ്ഷൻസ് ഉള്ള ഓപ്ഷൻ കൊടുത്തിട്ടില്ലെങ്കിലും എക്സാമിന് എല്ലാ ക്വസ്റ്റിനും ഓപ്ഷൻ ഉണ്ടാവും. ആണോ? അങ്ങനെയാണോ? അതെ എല്ലാത്തിനും അതെ ഓപ്ഷൻ ഉണ്ടാവും. ഉണ്ടാവും. എല്ലാത്തിനും അങ്ങനെയാണ് ഓപ്ഷൻ ഓപ്ഷൻ. ഉണ്ടാവും. ഗൈഡിന് ചില ക്വസ്റ്റ്യൻസിന് മാത്രം ഓപ്ഷൻ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ എല്ലാ ക്വസ്റ്റിനും ഓപ്ഷൻ തന്നിട്ടായിരിക്കും എക്സാം ഉണ്ടാവുക. ഓക്കെ ഓക്കെ. കാരണം എന്താ വെച്ചാല് ഇപ്പൊ ചില ഇതുകളൊക്കെ നമുക്ക് ബൈ ഹാർട്ട് പഠിക്കാന്ന് പറഞ്ഞാലൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളത് എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഹയറാർക്കി ഓഫ് ദ ഇതില്ലേ, അതെനിക്ക് ഇപ്പൊ അങ്ങനെ വായിച്ചിട്ട് ഇരിക്കാൻ നമുക്ക് വായിക്കുമ്പോ എല്ലാം അറിയാം. ശരിയാണ്, അങ്ങനെയുണ്ട് അങ്ങനെയുണ്ട്. പക്ഷെ ഇത് എനിക്ക് ബൈ ഹാർട്ട് പഠിക്കുന്ന ഒരു ശീലമില്ല. അപ്പൊ അത് കാരണം എനിക്ക് അതിലൊരു ഇത് ഇനിയിപ്പോ ഇവര് ഓപ്ഷൻസ് തരാതെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ തെറ്റിപ്പോകും. ഒരുപാട് ഡിപ്പാർട്ട്മെന്റിനുണ്ടല്ലോ, ലാബ്, നഴ്സിംഗ്, അങ്ങനെ ഒരുപാട് പേർക്കുണ്ട്. ഒരു ഡൗട്ട് ചോദിക്കട്ടെ, ഇത് ഓൾ ഇന്ത്യയാണ് ഓൾ കേരളയാണ് അതിന്റെ സർട്ടിഫിക്കറ്റ് വരുന്നേ? ഇന്റർനാഷണൽ അല്ലേ? ഓൾ ഇന്ത്യയാണ് ഓൾ കേരളയാണോ അതിന്റെ സർട്ടിഫിക്കറ്റ് ഇതാവണേ, അപ്രൂവ് ചെയ്യണേ? ഇത് ഓൾ ഇന്ത്യ ആൻഡ് ഇന്റർനാഷണൽ അല്ലേ? ഇന്റർനാഷണൽ വേണമെന്ന് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പേ ചെയ്യണം. കുറച്ച് ഗ്യാപ്പ് വെറുതെ നിങ്ങൾക്ക് അവര് അൺമ്യൂട്ട് ചെയ്യാതെ ഇപ്പൊ എനിക്ക് മനസ്സിലായി ചെയ്താലും കുഴപ്പം. കുറച്ച് സമയം കിട്ടിയപ്പോ ഇവിടെ ഞാൻ ഇരിക്കേണ്ടെന്നുള്ള വിചാരം പോലില്ല നിങ്ങൾക്ക്. കൊള്ളാം. വിഷമം അറിയില്ലേ മിസ്സേ? ഞാൻ പോവാണ്, സമയമായി. ഓക്കെ, ഞാൻ പറയാൻ വന്ന കാര്യം പറയട്ടെ. ഞാൻ എന്നോട് എവിടെ പറഞ്ഞ ഞാനാണോ എല്ലാവരും ഇവരെല്ലാരും പറയുന്നത് ഇസെറ്റ് ഗാലറി എന്നാണ്. ഈ ഇസെറ്റ് ഗാലറി ഞാൻ നജുവ ആണ്. നജുവ എന്ന് പറഞ്ഞത് ഞാൻ. ഓക്കെ, അത്രേ ഉള്ളൂ. ഒന്നുമില്ല. സംസാരിക്കാൻ സമയമായി, ഞാൻ പോട്ടെ. ഓക്കെ, 1 മണിയായി. അവിടത്തെ സമയം 1 മണിയാ, ഇവിടത്തെ 3:30. അതെ, ഇവിടെ 1 മണിയാവുന്നേ ഉള്ളൂ. ഇവിടെ 2 മണി. അവിടെ 2 മണി. ഇവിടെ 3:30. ഞാൻ പോവാണ്. 3:30 ആവുന്നുള്ളൂ. ഹാവ് എ ഗുഡ് ഈവനിങ്. എന്തോ? ഹാവ് എ ഗുഡ് ഈവനിങ്. അല്ല, മിസ്സിന്റെ ഉറക്ക ക്ഷീണൊക്കെ മാറിയില്ലേ? എന്തോ? ഉറക്ക ക്ഷീണൊക്കെ മാറിയില്ലേന്ന്? എല്ലാവരും മാറി. എന്റെ ഞങ്ങളുടെ ക്ലാസ്സിൽ മിസ്സിന്റെ ഉറക്കക്ഷീണം മാറി. അതെ, വീട്ടിൽ പോരാം. അപ്പൊ ശരി, സമയം. Okay, thank you. Bye bye. Thank you. Thank you, teacher. Okay, thank you, miss.